ഇപ്പോൾ ഒരാൾ ഒരു മോശമായിട്ട് നമ്മൾ നോക്കി, അയാൾ മോശമായിട്ട് നോക്കിയെന്നേ അർത്ഥമുള്ളൂ. അയാൾ റേപ്പ് ചെയ്തിട്ടില്ലല്ലോ, അയാൾ നമ്മളെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മോശമായിട്ട് നോക്കി അതിനോടുള്ള പ്രതികരണവും മറ്റൊരാളുടെ പ്രതികരണവും ഒരുപോലെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഒരേ ഡിഗ്രി ആവുകയും എല്ലാറ്റിനോടും ഇങ്ങനെ വളരെ ഫ്യൂരിയസ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു വർഗമായി സ്ത്രീകൾ മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ എതിരെ വരുന്ന ഒരാണിനെ സംബന്ധിച്ച് ഇവൻ ഏത് സമയവും പ്രശ്നക്കാരനാവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന അതൊരു തരം ഒരുതരം വിഭജനമായിരിക്കും സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഉണ്ടാകുക. പക്ഷെ അത് രണ്ട് ജെൻഡറിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം പ്രശ്നമല്ലേ ഇത് രണ്ടും ചോദിക്കാം. അതെ, അത് എനിക്കൊന്ന് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു ചിന്താഗതിയാണ്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരുമിച്ചിരുന്ന് പഠിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് യാത്ര പോവുക ചെയ്യുന്ന കുറേ ആളുകൾ, നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ ഇതൊക്കെ ഒരു മൈനോറിറ്റി. അത് പറഞ്ഞ പോലെ ഉണ്ടാകും, ഏതൊരു സംഭവത്തിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെ ഉണ്ടാകും. പക്ഷേ അത് വളരെ മൈനോറിറ്റിയാണ് സമൂഹത്തിൽ എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് കൂടെ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ, പക്ഷെ അത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ റിയാക്ട് ചെയ്യണ്ടേ? നമുക്ക് മോശമായി തോന്നിയാൽ നമ്മളത് റിയാക്ട് ചെയ്യാണ് വേണ്ടത്. ശരിക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ ബസ്സിനുള്ള വിഷയത്തിൽ അവിടെ സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് കണ്ടക്ടറോട് പരാതി പറയുക, വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറയുക. അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. എന്താണ് അതിന് റൂൾ വെക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ എങ്ങനെ പരാതിപ്പെടണമെന്നുള്ളതിന് റൂൾ ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അയാളുടെ തീരുമാനമാണ്, ആ ചെയ്യുന്ന ആളുടെ തീരുമാനമാണ്. പക്ഷെ അവിടെ ഏറ്റവും ഫലവത്തായ കാര്യം കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് വീഡിയോ എടുത്ത് ഇടാം, എന്തും ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത് അവിടെ ചെയ്യേണ്ടിയിരുന്നതാണെന്നുള്ളതാണ്.